പ്രണയം ഉണ്ടായിരുന്നു? ധാരാളം. ധാരാളമാണോ? തീർച്ചയായിട്ടും. ഞാൻ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. എൻ്റെ വീട് അടുത്തടുത്താണ്. വൈഫിൻ്റെ വീടും എൻ്റെ വീടും അടുത്തടുത്താണ്. ആരാണ് ഈ രേണുക? അങ്ങനെയില്ല, രേണുക അങ്ങനെ ഇല്ലാന്നൊന്നും പറയല്ല, ആരോ ഉണ്ടല്ലോ. പലതരത്തിലുള്ള പ്രണയ വൈകാരികത ഞാൻ പറഞ്ഞില്ലേ, ഒരു കവിതയിലേക്ക് ആരോപിച്ചതാണ് രേണുക എന്ന് അത്രേ പറഞ്ഞത്. ഉള്ളൂ. അത്രേ ഉള്ളൂ. രേണുകയുടെ രണ്ട് രേണുക. രേണുകേ നിരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ. പിരിയുന്നു രേണുകേ, പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു പ്രവൃത്തി മേഖല? കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡിഗ്രി വരെ ക്രിസ്ത്യൻ കോളേജ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ആർട്സ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജിൽ മാസ്റ്റർ ഡിഗ്രിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് BEdന് പോയി. ആർട്സ് കോളേജിൽ വന്നത് ഏത് വർഷമാണ്? എനിക്ക് 84 അല്ല, സോറി 84 അല്ല, 6 തോന്നുന്നു, 86. അവിടെ ഈ കോളേജിലെ ഈ രാഷ്ട്രീയം എന്ന് മുതലുണ്ടായിരുന്നു? രാഷ്ട്രീയ ബോധം നമുക്ക് പ്രവൃത്തിയില്ലായിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല ഒരിക്കലും. ഈ രക്തസാക്ഷി എഴുതാനുള്ള ഒരു വിചാരം എന്തായിരുന്നു? രക്തസാക്ഷി തീർച്ചയായിട്ടും. ഈ രക്തസാക്ഷി എന്ന് പറയുന്ന സങ്കല്പം വളരെ വലുതാണ്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഇതുണ്ട്. ഒരാൾ, നമ്മളെല്ലാം ജനിക്കുമ്പോൾ ജനിക്കുകയല്ല ചെയ്യുന്നത്, രക്തസാക്ഷികൾ മരിക്കുമ്പോൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വളരെ വിശിഷ്ടമായൊരു ചിന്ത രക്തസാക്ഷികളെ കുറിച്ചുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എൻ്റേതായ ഒരു നിർവചനം എന്ന നിലയിലാണ് ആ കവിതയിൽ കാണുന്നത്, രക്തസാക്ഷി. അതെ, പക്ഷെ അതിന് ശരിയാണ്, തീർച്ചയായിട്ടും അതിനൊരു വിപ്ലവമായിട്ടോ ഒന്നും ബന്ധപ്പെടുത്തണ്ട. അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയാണ് രക്തസാക്ഷി ദിനം. എത്രയോ ആൾക്കാർ അല്ലാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്നുണ്ട്, ത്യാഗം സഹിച്ചു പോകും. രണ്ടുപേരി അമ്മയ്ക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവരാണ് അവർ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സ്വപ്നത്തേനൂർജമായി ഉട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചേനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. എന്നാണ്. അല്ല, ഈ കവിത ജീവിതമാക്കിയത് പിന്നെ എപ്പോഴാണ്? കാര്യം ഇത് ഒരു ഓൾമോസ്റ്റ് സൈമിൾട്ടേനിയസ് ട്രാക്കിൽ. കവിത തീർച്ചയായിട്ടും
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്ക് ഒരു കാര്യം ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അത് പറയാൻ എൻ്റെ കയ്യിലുള്ള ആയുധമായിട്ട് ഞാൻ കവിതയെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് കവിത എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അപ്പോൾ കവിത പിന്നെ അതിന് തീർച്ചയായിട്ടും എൻ്റെ ഈ ചൊല്ലലിന് അതിനകത്തൊരു സംഭവമാണ്. എൻ്റെ വികാരങ്ങളെ എനിക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ എൻ്റെ ചൊല്ലൽ എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആയുധം ഉപയോഗപ്പെടുത്തി എനിക്ക് പറയാനുള്ളത് പറയുക എന്നുള്ള അങ്ങനെയാണ് ഈ കണ്ണടയും ഉണരാത്ത പത്മതീർത്ഥങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ ഇങ്ങനെ ആയിരുന്നാൽ പോരാ, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. കുറച്ചുകൂടെ അല്ലേ, നമ്മൾ കഷ്ടപ്പെടുന്നവൻ്റെ വേദനിക്കുന്നവനും കൈ നീട്ടേണ്ടി വരുന്നവൻ്റെ ഒക്കെ എണ്ണം കൂടി വരുമ്പോൾ വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി എല്ലാവരും ഏകദേശം ഒരുപോലെയൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം എന്നായിരിക്കും ഉണ്ടാകുന്നത് എന്ന ചിന്ത നമ്മളെ വല്ലാതെ വലട്ടുന്നുണ്ട്, എല്ലാവരെയും അലട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത ആണ് നമ്മൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും തിമിരമെന്നല്ല ഞാൻ എഴുതിയത്, ഞാനും കൂടെ ഉൾപ്പെടുന്ന ഇങ്ങനെ പോരാ, ഈ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണ്ടി വരും എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഒരു തരത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ള ആയുധമായി ഞാൻ കവിതയെ കണ്ടു തുടങ്ങിയത് ഈ കന്നഡ ഉണർത്തം തുടങ്ങിയ കവിതകളുടെ കാലത്തിലൂടെയാണ്. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയിൽ കൂടെയാണ് ഫേമസ് ആയത്. കന്നഡ എന്നെ ജനകീയമാക്കിയ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട മൂത്ത മകളാണ്. അപ്പോൾ എനിക്ക് ഒരു 4 വരി കന്നഡ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നിവെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറ കൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അങ്ങനെയാണ് കവിത പോകുന്നത്. സമയമില്ലായ്മയെ പഴിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. മുഴുവൻ ഇരുന്ന് കേൾക്കണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ്. അതെന്തെങ്കിലും ഒരു ദിവസം ഞാൻ എന്തായാലും ഒരു അല്പസമയത്തേക്ക് ഒന്ന് വരിഞ്ഞു മുറുകി അതിൽ നിന്നൊന്ന് ഊരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രസകരമായ പാട്ട് പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. എന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ യൗവനകാലത്ത് എന്നെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന ഒരു പാട്ടായിരുന്നു സിന്ദൂര തിലകവുമായി. അതൊക്കെ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു എന്തൊക്കെയോ തോന്നലുണ്ടാവും. അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഭ്രമിപ്പിച്ച അന്നത്തെ പാട്ടുകളിലൊന്നാണ്
നല്ല മനോഹരമായ പാട്ടുകൾ നമുക്ക് ധാരാളം പറയാനുണ്ട്. ഞാൻ പറയുന്നത് സത്യസന്ധമായി ഓരോ കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു തോന്നലുണ്ടാകും. നമ്മുടെ യുവനകാലം ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് മലരെയൊക്കെ കയറി അവര് വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുമ്പോൾ അവർ ഇത് ചിലപ്പോൾ പറയുമായിരിക്കും. അതുപോലെ നമ്മളെ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു സിന്ധു. അത് കേൾക്കാം. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ. കരളു കരളുമായി മനസ്സു മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, കരളു കരളുമായി മനസ്സു മനസ്സുമായി ആടിപ്പാടി ചേർന്നല്ലോ, ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ, കുളിരുമായി നീ മധുരമായി നീ മൃദുല ഭാഷിണി പറന്നു പറന്നു വാ.